നമുക്ക് ആദ്യം നമ്മുടെ ഡീസൽ മെക്കാനിക് ഉണ്ടല്ലോ, അതിൻ്റെ എഴുതുന്ന കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരെ എണ്ണം നോക്കി നോക്കാം. 5757 ആൾക്കാരാണ് അതിന് കൺഫർമേഷൻ കൊടുത്തത്, ഡീസൽ മെക്കാനിക്കിന് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത്ര ആൾക്കാരൊന്നും സീരിയസ് ആയിട്ട് ഇരുന്ന് എഴുതത്തില്ല. ഒരു 3000-3500 ആൾക്കാരാണ് സീരിയസ് ആയിരുന്നു പഠിച്ചെഴുതാൻ ചാൻസ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജനുവരിയിൽ തന്നെ ഒരുപാട് ജെഡ് എക്സാം വരുന്നുണ്ട് അല്ലേ. 1-2 ദിവസമേ ഗ്യാപ്പുള്ളൂ. ഇനി അടുത്ത ജൂനിയേഴ്സിൻ്റെ ഷീറ്റ് മെറ്റൽ നോക്കി നോക്കാം കേട്ടോ. ഷീറ്റ് മെറ്റലിൽ നമ്മൾ കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരുടെ എണ്ണം 5043 പക്ഷേ ഒരിക്കലും ഷീറ്റ് മെറ്റൽ 5000 ആൾക്കാർ സീരിയസ് ആയി പഠിക്കത്തില്ല. കാരണം വാസ്റ്റ് സിലബസാണ്. പിന്നെ ആദ്യമായിട്ട് ഇറങ്ങി തിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പാടായിട്ട് തോന്നും. ട്രേഡ്സ്മാൻ എഴുതിയ ആൾക്കാരും ഇച്ചിരി ഗ്യാപ്പ് കിട്ടിയ കാരണം അതെല്ലാം മറന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് പൊടി തട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 2000-2500 ആൾക്കാരെ സീരിയസ് ആയിരുന്നു പഠിക്കാൻ ചാൻസ് ഉള്ളൂ. നമുക്ക് വുഡ് വർക്കിൻ്റെ കാര്യം നോക്കി നോക്കാം. നമ്മൾ ഈ ഇന്ന് ചെയ്യുന്ന വീഡിയോ കാർപ്പൻട്രി അല്ലെങ്കിൽ വുഡ് വർക്ക് ജൂനിയർ അസിസ്റ്റൻ്റ് അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ടൂൾസിന് 20 മാർക്ക് ടൂൾസിനുണ്ട്. ആ ടൂൾസിൻ്റെ ആ ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കുന്നത്. വുഡ് വർക്കിൻ്റെ നോക്കി നോക്കാം. ജൂനിയർ അസിസ്റ്റൻ്റ് വുഡ് വർക്ക് ടെക്നീഷ്യൻ അതിൽ നോക്കി നോക്കൂ, 2861 ആൾക്കാരാണ്. അതായത് നമ്മളൊരു ലോട്ടറി എടുക്കുന്ന പോലെയാണ്. 2861 ആൾക്കാരെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. അതിൽ ഒരു ക്ലാസ്സിൽ മിനിമം ഒരു 5 ആൾക്കാർ മിനിമം ആബ്സെൻ്റ് ആവും. ആലോചിച്ച് നോക്കും നിങ്ങൾ. ബാക്കി അതിൻ്റെയും പകുതി ആൾക്കാരെ എഫേർട്ട് എടുക്കത്തുള്ളൂ. ഏകദേശം ഒരു 800-1000 ആൾക്കാർ മാത്രമേ എഫേർട്ട് എടുത്ത് പഠിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ നമ്മൾ കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരെ കലണ്ടർ PSCയുടെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ മൊഡ്യൂൾ 3 മൂന്നാമത്തെ മൊഡ്യൂൾ ഹാൻഡ് ടൂൾസ്. അതിൽ മാർക്കിംഗ് ടൂൾസ്, അതുപോലെ ടെസ്റ്റിംഗ് ടൂൾസ്, ഹോൾഡിങ്, സപ്പോർട്ടിംഗ് ടൂൾസ്, മെഷറിംഗ് ടൂള്, കട്ടിംഗ് ടൂള്, പ്ലാനിങ് ടൂള്. അതായത് നമ്മൾ മരം ഉണ്ടല്ലോ പ്ലെയിൻ ചെയ്തെടുക്കൂലേ, പ്ലെയിനർ ഉണ്ട്, ഹാൻഡ് പ്ലെയിനർ ഉണ്ട്, പിന്നെ നമ്മൾ മില്ലിലൊക്കെ കൊണ്ടുപോയിട്ട് പ്ലെയിൻ ചെയ്യില്ലേ ആ മെഷീന്, പിന്നെ ബോറിംഗ് ടൂള്, സ്ട്രൈക്കിംഗ് ടൂള്, ഡ്രൈവിംഗ് ടൂള്, മൈസ്ലിനിയസ്, അതുപോലെ തന്നെ അബ്വാഷിംഗ് ടൂള്. അതിൻ്റെ വെയിറ്റേജ് നോക്കി നോക്കും നിങ്ങൾ. 20 മാർക്കാണ് വെയിറ്റേജ്. അപ്പോൾ ഈ മൊഡ്യൂൾ നമ്മളിന്ന് തുടങ്ങി വെക്കും. നമ്മൾ കാർപ്പൻട്രിക്കാകെ നിമിയുടെ ബുക്കും പിന്നെ പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ റെഫർ ചെയ്യുള്ളൂ. ഷീറ്റ് മെറ്റലിന് നമ്മൾ 4 ബുക്ക് നമ്മൾ റെഫർ ചെയ്യും. അതുപോലെ തന്നെ ഡീസൽ മെക്കാനിക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലോങ് വീഡിയോ ആയിരിക്കും. അതിൽ മിനിമം ഒരു 5 മൊഡ്യൂൾ ഉള്ളൊരു ലോങ് വീഡിയോ, ഒരു മിനിമം ഒരു 5 മണിക്കൂർ ഇതിൻ്റെ മുകൾക്ക് സമയമുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെ നോക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഈ മൊഡ്യൂൾ നോക്കി നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു കാർപ്പൻട്രി ഹാൻഡ് ടൂൾസ് നോക്കി നോക്കാം കേട്ടോ. ഇതിനെ നമുക്ക് കുറച്ച് ഡിവൈഡ് ചെയ്യാം. അതായത് നമ്മൾ മരത്തിൻ്റെ മുകളിൽ, വുഡിൻ്റെ മുകളിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടൂൾസ്, മാർക്കിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ടൂൾസ്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലെവലിങ് അതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ്. അതിൽ ഒന്നാമത്തെ സ്ക്രൈബർ, അതുപോലെ തന്നെ മാർക്കിംഗ് നൈഫ്, അതുപോലെ തന്നെ വേറൊരു ഐറ്റംസും കൂടിയുണ്ട്. പിന്നെ നമ്മുടെ സ്പിരിറ്റ് ലെവല്, ട്രൈ സ്ക്വയർസ്, ഇതെല്ലാം നമ്മൾ സ്പിരിറ്റ് ലെവൽ എന്തിനാണെന്ന് നോക്കുക നമുക്കറിയാം. അതുപോലെ ട്രൈ സ്ക്വയർ, അതിൻ്റെ സ്ക്വയർനെസ്, ഫ്ലാറ്റ്നെസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. പിന്നെ മാർക്കിംഗ് ഗേജ് എക്സെട്രാ ബാക്കി കുറച്ച് ടൂൾസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഹോൾഡിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് ടൂൾസ്, മൈറ്റർ ബോക്സ്, വർക്ക് ടേബിൾ, ക്ലാംസ്. നമ്മൾ സാധാരണ നമ്മളെ പേട്ടയിൽ ആശാരിമാരുടെ പേട്ടകളൊക്കെ നമ്മൾ ഒരുപാട് ടൂൾസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അത് സപ്പോർട്ടിംഗ് ടൂൾസ് നമ്മൾ അതിനും ഒരു 4 മാർക്കോളം വെയിറ്റേജ് ഉണ്ട് അതിന്. പിന്നെ മെഷറിംഗ് ടൂൾസ്, ഇതിന് സ്ഥിരമായിട്ട് നമ്മൾ ചോദിക്കും. ഫൂട്ട് റൂള്, അതുപോലെ തന്നെ 4 ഫോൾഡ് റൂള്, ടേപ്പ് റൂള്, കാലിപ്പർ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് അതിൽ വരും. പിന്നെ കട്ടിംഗ് ടൂൾസ്, സോസ്, ചിസൽസ് നമ്മൾ ഉള്ളി കൊത്തുള്ളുണ്ട്. പിന്നെ വലിയ ഒരു 10-18ഓളം ഉള്ളികളുണ്ട്. അതിൻ്റെ പേരും ആപ്ലിക്കേഷനും മാത്രം പഠിച്ചാൽ മതി. മാറിപ്പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്ക് എഴുതി വെച്ചിട്ട് ഇടയ്ക്ക് തലക്കും റിവൈസ് ചെയ്യണം. പിന്നെ പ്ലെയിനിങ് ടൂള് ഞാൻ പറഞ്ഞ പോലെ പ്ലെയിൻസ്, സ്പോക്ക് ഷേവ്, ആ കാര്യങ്ങൾ. പിന്നെ ബോറിംഗ് ടൂള് നമുക്കറിയാമല്ലേ, ഓഗർ, ബിറ്റ്, ഡ്രില്ല്, ആ കാര്യങ്ങൾ അതിൽ വരും. പിന്നെ സ്ട്രൈക്കിംഗ് ടൂൾസ് സിമ്പിളാണ്, ഹാമർ, മാൾട്ട് എക്സെട്ര. പിന്നെ നമ്മളെ ആശയമാർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സ്ട്രൈക്കിംഗ് ടൂളുണ്ട്, അതെല്ലാം നമുക്ക് പഠിക്കാം കേട്ടോ. പിന്നെ ഡ്രൈവിംഗ് ടൂൾസ് അത് നമുക്കറിയാം. മൈസലേനിയസ്, പഞ്ച് ഞാൻ മാർക്കിംഗ് ടൂൾസിൽ നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ അബ്ബാഷിംഗ് ടൂൾസ്, ഫയൽ, ഓയിൽ സ്റ്റോണൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആണ് തുടങ്ങാം. അതിലാദ്യത്തെ മാർക്കിംഗ് ടൂൾസ്. മാർക്കിംഗ് ഓഫ് ഓർ ലേഔട്ട് ഈസ് carried out to indicate the location of operation to be done and provide guidance during sequence of operation. നമ്മൾ മരത്തിൻ്റെ അല്ലെങ്കിൽ പലകയുടെ മുകളിൽ അല്ലെങ്കിൽ പട്ടികയുടെ മുകളിൽ
നമുക്ക് കട്ട് ചെയ്യേ അല്ലെങ്കിൽ അവിടെ ജോയിൻറ്റുകൾ ഇടിക്കുക. ഒരുപാട് ടൈപ്പ് കാർപ്പൻട്രി ജോയിൻറ്റ്സ് ഉണ്ടല്ലേ, ജോയിൻറ്റ് ഡൗട്ടൈൽ, പിന്നെ മാറ്റർ ജോയിൻറ്റ്, അങ്ങനത്തെ ജോയിൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നത് നമ്മൾ എന്ത് വിളിക്കും? മാർക്കിംഗ് ഓഫ് അല്ലെങ്കിൽ ലേ ഔട്ട് എന്ന് വിളിക്കും. മാർക്കിംഗ് ഔട്ട് ഈസ് ഡൺ വിത്ത് പെൻസിൽ ഓർ സ്ക്രൈബർ എക്സെട്ര. നമ്മളെ മരമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പെൻസിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ പെൻസിലിൽ 2-3 പോയിന്റ് പറയുന്നുണ്ട് കേട്ടോ, അത് നമുക്ക് നോക്കണം. പിന്നെ സ്ക്രൈബർ, മാർക്കിംഗ് നൈഫ്, ഈ എക്സെട്ര എന്ന് പറയുമ്പോൾ ഇത് മാത്രം പഠിച്ചാൽ പോരാ, പെൻസിലും സ്ക്രൈബറും മാത്രം പഠിച്ചാൽ പോരാ, കുറച്ച് ടൂൾസ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കി നോക്കാം, കാർപ്പൻറ്റേഴ്സ് പെൻസിൽ. നമ്മൾ നമ്മുടെ പേട്ടയ്ക്ക് കട്ടിംഗ് ബ്ലേഡ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ ഒരു പെൻസിൽ കിട്ടില്ലേ, ആ പെൻസിൽ അതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് നിങ്ങൾ നോക്കി നോക്കാം. ഇറ്റ് ഈസ് ആൻ ഓവൽ ക്രോസ് സെക്ഷൻ. ഒരു ഓവൽ ക്രോസ് സെക്ഷനാണ്. നമ്മൾ സ്കൂളിൽ ഉപയോഗിക്കുന്ന നമ്മുടെ അപ്സരയുടെയൊക്കെ പെൻസിൽ മാതിരിയല്ല, ആ ഹെക്സഗണൽ ക്രോസ് സെക്ഷൻ അല്ല ഉണ്ടാവുക, ഓവലായിട്ടുള്ളൊരു ക്രോസ് സെക്ഷൻ ഉണ്ടാവുക. ഈ ഷേപ്പ് കണ്ടില്ലേ, നിങ്ങൾ സൂം ചെയ്യണം. നമ്മൾ ആ ബ്ലേഡ് വാങ്ങിയ ആൾക്കാർക്ക് അറിയാം, ഒരു മഞ്ഞ കളറിലായിരിക്കും ആ പെൻസിൽ കിട്ടുക. ഇനി ഇറ്റ് ഈസ് ഷാർപ്പൻഡ് വിത്ത് എ ചിസൽ. നമ്മൾ ആശാരിമാരെന്ത് ചെയ്യും, അവർ ഇടത്ത് കയ്യിൽ ആ പെൻസിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യും, വലത്ത് കയ്യിൽ ഉള്ളി വെച്ചിട്ട് എന്ത് ചെയ്യും, ജസ്റ്റ് ഷാർപ്പൻ ചെയ്യും. ദി പെൻസിൽ ഈസ് നോട്ട്, നമുക്ക് എക്സാമിൻ്റെ പോയിന്റിൽ ഈ പോയിന്റ് മാത്രം നോക്കിയാൽ കേട്ടോ, ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ആൻ അക്യുറേറ്റ് വർക്ക്. അക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഈ പെൻസിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതിൻ്റെ ആ മുന അത്യാവശ്യം വീതി ഉണ്ടാവും. ഇനി രണ്ടാമത്തെ ഈ പോയിന്റ് ഒന്ന് നോക്കി വെക്കുക. സൂട്ടബിൾ പെൻസിൽ ഹാർഡ്നെസ് ഫോർ മാർക്കിംഗ് ഔട്ട്. വുഡിൻ്റെ മുകളിൽ മാർക്കിംഗ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് HB/HF. അത് നമുക്കറിയാം അല്ലേ, H മുതൽ അലോ ഫഹദ് ഹബീബി എന്നുള്ള കോഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് HB/HF എന്ന് പറയുന്ന ആ പെൻസിലിൻ്റെ ഹാർഡ്നെസ് ആണ്. അപ്പോൾ ഈ പെൻസിൽ ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക, കാർപ്പൻറ്റേഴ്സ് പെൻസിൽ എന്നാണ് വിളിക്കുക. അതിൻ്റെ ഷേപ്പ്, ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക, ഓവലാണെന്ന് പഠിക്കുക. പിന്നെ നോട്ട് യൂസ്ഡ് ഫോർ ആൻ അക്യുറേറ്റ് വർക്ക്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഹാർഡ്നെസ്, ഇത് ഇമ്പോർട്ടൻ്റ് എന്നാലും ജസ്റ്റ് നോക്കി വെക്കുക, HB/HF. ഇനി അടുത്ത് രണ്ടാമത്തെ മാർക്കിംഗ് നൈഫ്. ചിത്രം നമുക്ക് ആദ്യം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് മാർക്കിംഗ് നൈഫ്. ഇതിലെന്തുണ്ട് കണ്ടോ, നമ്മൾ പിടിയിടാത്ത ഉള്ളി, ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കി വെക്കുക, ഒരു പിടിയിടാത്ത ജസ്റ്റ് ഒരു ഉള്ളി പോലെ. പക്ഷേ ഇതിന് എന്തുണ്ട്, ഒരു സ്ക്രൈബിങ് പോയിൻ്റ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്, ഒരു ബ്ലേഡിന് ഒരു കട്ടിങ് എഡ്ജുണ്ട്. അപ്പോൾ ഒരു ബ്ലേഡ് ഉണ്ട്, ഒരു സ്ക്രൈബിങ് പോയിൻ്റ്, ഷാങ്ക് ഇങ്ങനെ മൂർച്ച കൂടിയിട്ട്, എൻ്റെ കാല് കണ്ടില്ലേ, മൂർച്ച ഇങ്ങനെ കൂടിയിട്ട് ഒരു സ്ക്രൈബിങ് പോയിൻ്റ്. അപ്പോൾ രണ്ടറ്റുണ്ട്, ഒന്ന് സ്ക്രൈബിങ് പോയിൻറ്റും ഒന്ന് കട്ടിങ് എഡ്ജും. കട്ടിങ് എഡ്ജ് എവിടെയുണ്ട് വരിക, വീതി കൂടിയ ഭാഗമായിട്ടുള്ള ബ്ലേഡിലാണ് വരിക. ഷാങ്കിൻ്റെ അറ്റത്താണ് എന്ത് വരിക, സ്ക്രൈബിങ് പോയിൻ്റ് വരിക. അങ്ങോട്ടോട്ട് മാറിപ്പോകരുത്. ടൂളിൻ്റെ പേരെന്താണ്, മാർക്കിംഗ് നൈഫ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റീൽ. മെറ്റീരിയൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റീൽ ഫാഷൻ ടു എ പോയിൻ്റ് അറ്റ് 1 end. നമ്മൾ കണ്ടു നമ്മൾ ഫ്ലാങ്കിൻ്റെ അറ്റത്തൊരു പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ഫാഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷാർപ്പ് ബ്ലേഡ് അറ്റ് ദി അതർ എൻഡ് ടു ഫോം എ കട്ടിങ് ബ്ലേഡ്. നമ്മൾ ബ്ലേഡിൻ്റെ അറ്റത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്ററ്റത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഷാർപ്പ് ബ്ലേഡ് ആക്കിയിട്ട് കണ്ടിട്ടുണ്ട്. നോക്കൂ, കണ്ടോ, ഒരു കട്ടിങ് എഡ്ജ് ബ്ലേഡിൻ്റെ അറ്റത്തും ഒരു സ്ക്രൈബിങ് പോയിൻ്റ് ഷാങ്കിൻ്റെ അറ്റത്തും. ഓക്കെ ആണോ? അപ്പോൾ രണ്ടറ്റുണ്ടെന്ന് വിചാരിക്കുക. സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക കേട്ടോ, വിചാരിക്കില്ല, അങ്ങനെയാണ്. ദി ബ്ലേഡ് ഓർ നൈഫ് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് കട്ട് ലൈൻസ്. ഈ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ദി ബ്ലേഡ് അല്ലെങ്കിൽ നൈഫ് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് കട്ട് ലൈൻസ് വേർ എ വേർട്ടിക്കൽ ഷോൾഡർ ഈസ് ടു ബി കട്ട് വിത്ത് ചിസൽ. നമ്മൾ ജോയിൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഒരു വെർട്ടിക്കലായിട്ടൊരു ചാല് ഷോൾഡറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, നോക്കണേ, മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും, ഈ മാർക്കിംഗ് നൈഫ് ഉപയോഗിക്കും. പക്ഷേ പോയിൻ്റ് ഇതിൻ്റെ പോയിൻ്റ് എന്തിനാ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, പോയിൻറ്റും ബ്ലേഡും ഉണ്ടല്ലോ, ഇതിൻ്റെ പോയിൻ്റ് എന്തിനാ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കിംഗ് ഡിസ്റ്റൻസസ് ആൻഡ് സ്ക്രൈബിംഗ് ലൈൻസ്, ജസ്റ്റ് ഒരു വര വരക്കാൻ, അതുപോലെ തന്നെ ദൂരം മാർക്ക് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും, ആ ഷാങ്കിൻ്റെ മുകളിലുള്ള ഷാർപ്പ് ലൈൻ ഉപയോഗിക്കും. ഓക്കെ ആണോ? ഇത് വെർട്ടിക്കൽ ജോയിൻറ്റിന് വേണ്ടിയിട്ട് ഈ ഭാഗം ഉപയോഗിക്കും, ഇത് ലൈൻസ് അല്ലെങ്കിൽ പോയിൻ്റൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗം ഉപയോഗിക്കും. ഈ ചിത്രത്തിൽ തന്നെ മനസ്സിൽ പിടിയില്ലാത്ത ഉള്ളി, അതിന് ഷാങ്കിൻ്റെ അകത്ത് സ്ക്രൈബിംഗ് പോയിൻ്റ് ഉണ്ട്, ബ്ലേഡിൻ്റെ അറ്റത്ത് കട്ടിങ് അടിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി മൂന്നാമത്തെ സ്റ്റീൽ സ്ക്രൈബർ. ഇതിൽ ഈ ചിത്രം നോക്കിയേക്കാം കേട്ടോ, ഇത് നമ്മൾ ഉള്ളിയാണ് വിചാരിച്ചത്, ഇതുമ്പോൾ മേടാനൊക്കെ പറ്റും അല്ലേ, പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനെന്ത് ചെയ്യാൻ പാടില്ല, ഹാമർ ഉപയോഗിച്ച് മേടാൻ പാടില്ല. അതാണ് ഇതെന്ന് ചോദ്യം ചോദിക്കുക. അപ്പോൾ ഞാനിതിൽ 3 ക്വസ്റ്റ്യൻ പറഞ്ഞു കേട്ടോ. ഇതിന്ന് സ്റ്റീൽ സ്ക്രൈബറിൽ ചോദിക്കുക, ഇതിൽ മേടാൻ പറ്റുമെന്നായിരിക്കും. നോക്കി നോക്കാം കേട്ടോ, നമുക്ക് നോക്കിയേക്കാം. ചിത്രം നിങ്ങൾ മനസ്സിലായില്ലേ? A steel scriber should be sharp at its point.
എന്തായിരിക്കും, ഷാർപ്പായിരിക്കും. അത് നമുക്കറിയാം അല്ലേ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ക്രൈബിങ് ലൈൻസ് ഓൺ വിച്ച് എ ചിസൽ കട്ട് ഓർ സോ കട്ട് ഈസ് മെയ്ഡ്. നമുക്കൊരു ഉളി കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ കട്ടർ ബ്ലേഡ് കൊണ്ടൊക്കെ ഒരു മുറിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് ആദ്യം മാർക്ക് ചെയ്യണമല്ലേ, സ്ക്രൈബിങ് ലൈന് ഒരു ലൈൻ വരക്കണമല്ലേ, അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റീൽ സ്ക്രൈബർ. ദി സ്ക്രൈബർ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് ആൻ ഓൾ. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഓളായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഈ സ്ക്രൈബറിനെ ഉപയോഗിക്കാൻ പാടില്ല. മാത്രവുമല്ല ഡു നോട്ട് സ്ട്രൈക്ക് ദി ഹാൻഡിൽ വിത്ത് എ ഹാമർ. ഈ 2 പോയിൻറ്റ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്തായാലും ടൂളിന് 20 മാർക്കാണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കുക. സ്ക്രൈബർ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് ആൻ ഔൾ. ഷുഡ് നോട്ട് ബി എന്നാണ്, അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഡു നോട്ട് സ്ട്രൈക്ക് ദ ഹാൻഡിൽ വിത്ത് എ ഹാമർ. എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാമർ കൊണ്ട് അടിക്കാനും പറ്റത്തില്ല. മാർക്കിംഗ് നൈഫ് ഈസ് ആൾസോ യൂസ്ഡ് ഫോർ. ഇനി അടുത്ത് മാർക്കിംഗ് നൈഫ് ആട്ടോ. നമ്മൾ ഇതുവരെ പഠിച്ച സ്ക്രൈബറാണ്, മാറിപ്പോരുത്. ഇനി അടുത്ത് മാർക്കിംഗ് നൈഫ്. ചിത്രം കണ്ടോ, നിങ്ങൾ ചിത്രം കണ്ടില്ലേ. മാർക്കിംഗ് നൈഫ് ഈസ് ആൾസോ യൂസ്ഡ് ഫോർ മാർക്കിംഗ് ആൻഡ് സ്ക്രൈബിങ്. മാർക്കിങ്ങിനും സ്ക്രൈബിങ്ങിനും നമുക്ക് എന്ത് ചെയ്യാം, മാർക്കിംഗ് നൈഫ് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് എ സ്റ്റീൽ ബ്ലേഡ്. എന്തായിരിക്കും, സ്റ്റീലാണ്. നോക്കണേ, ഫിക്സഡ് ഇൻ എ വുഡൻ ഹാൻഡിൽ. ഹാൻഡിൽ എന്താണ്, വുഡൻ ആണ്. ഇറ്റ് സെർവ്സ് ദി സെയിം പർപ്പസ് ആസ് ദാറ്റ് ഓഫ് സ്ക്രൈബർ. ഇതും പോയിന്റ്. സ്ക്രൈബറും മാർക്കിംഗ് നൈഫും ഏകദേശം ഒരേ പർപ്പസാണ്. മാർക്കിങ്ങിനും സ്ക്രൈബിങ്ങിനും വേണ്ടി ഉപയോഗിക്കും. ഓക്കെ ആണോ. സ്റ്റീലാണ്, സ്റ്റീൽ ബ്ലേഡ് കൊണ്ടാണ് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് പിടിക്കാനൊക്കെ ഇപ്പോൾ ഏതായിരിക്കും എളുപ്പം, മാർക്കിംഗ് നൈഫല്ല എളുപ്പം. ഇനി അടുത്തതാണ് നമ്മൾ ആശാരിമാരുടെ കയ്യിൽ അല്ലേ, നമ്മളൊക്കെ ഞാനൊക്കെ കൊത്തുപണിക്കൊക്കെ പോകുമ്പോൾ ഈ സാധനമൊക്കെ നമ്മൾ ജസ്റ്റ് ബോർഡറൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം അല്ലേ, നമ്മൾ 2-3 ഡിസൈനൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ ഈ സാധനം. മാർക്കിംഗ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ സർവ്വസാധാരണ നമ്മളെ പേട്ടയിലൊക്കെ കണ്ടിട്ടുള്ളത് മരം കൊണ്ടുള്ളതാണ്. നമുക്ക് നോക്കി നോക്കാം. മാർക്കിംഗ് ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ചതുരത്തിലോ അല്ലെങ്കിൽ ഈ ഷേപ്പിലൊക്കെ ആയിട്ട് ഒരു സ്റ്റോക്ക് ഉണ്ടാവും. ഈ വലിയ ഭാഗം സ്റ്റോക്ക് അതിന് നടുവിൽ എന്ത് ചെയ്തിട്ടുണ്ട്. എനിക്ക് എക്സാം ആകുമ്പോൾ കുറെ എപ്പോഴും ഉണ്ടാവും, അതുകൊണ്ട് ചുമ എപ്പോഴും ഉണ്ടായിരിക്കും. സോറി ഫോർ ദി ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇൻകൺവീനിയൻസ്. ഓക്കെ. ഇനി എന്ത് ചെയ്യും, ഈ സ്റ്റോക്കിൻ്റെ നടുവിൽ എന്ത് ചെയ്യും, ഒരു സ്ക്വയറിൽ ഒരു ഹോൾ വെക്കും. ആ ഹോളിൽ നമ്മൾ എന്ത് വെക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ് അല്ലെങ്കിൽ ബീം എന്ന് പറഞ്ഞ ഒരു മരം കൊണ്ടുള്ള ചെറിയൊരു ഭാഗം വെക്കും. ഓക്കെ ആണോ. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ചതുരത്തിലൊരു കട്ട, മരത്തിൻ്റെ കട്ട, അതിൻ്റെ നടുവിൽ നമ്മളൊരു ഹോള് ഡ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ബാർ അല്ലെങ്കിൽ ബീം വെക്കും. ഈ ബാറിൻ്റെ അറ്റത്ത് കണ്ടോ ഒരു സ്പർഗന് പിന്നെ മൂർച്ചുള്ള ഒരു ആണി പോലത്തെ സാധനം കണ്ടോ, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മരത്തിൻ്റെ മുകളിൽ വലിക്കുക ചെയ്യുക. ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് നമ്മൾ മരത്തിനോട് ചാരി വെച്ചിട്ട് എന്ത് ചെയ്യും ഇതങ്ങോട്ട് വലിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത്രയും ദൂരം ഉണ്ടല്ലോ, അതായത് ഇവിടുന്ന് തൊട്ട് ഇതുവരെയുള്ള ദൂരം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും ആ മരത്തിൻ്റെ മുകളിൽ അങ്ങോട്ട് ഒരു ലൈനായിട്ട് വരും. ഈ സ്ക്രൂ ഉണ്ടല്ലോ, തമ്പ് സ്ക്രൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം അങ്ങോട്ടോട്ട് നീക്കിയിട്ട് എവിടെയാണ് വേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഫിക്സ് ചെയ്യാം. സംഭവം സിമ്പിളാണെന്ന് മനസ്സിലായിക്കോളും. ഞാനിത് കണ്ട് ഉപയോഗിച്ച് ഞാനൊരു 10 കൊല്ലമൊക്കെ ഇത് സാധനം ഇങ്ങനെ കണ്ട് എൻ്റെ മില്ലിൻ്റെ തൊട്ടപ്പുറത്ത് പേട്ടുണ്ട്, അതുകൊണ്ട് കണ്ട് പരിചയപ്പെട്ടുകൊണ്ടാണ് എനിക്ക് ഇത്ര സിമ്പിളായിട്ട് പറയാൻ തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഇതിൻ്റെ വീഡിയോ എന്തെങ്കിലും നിങ്ങൾ കാണുന്നേ വേണം കേട്ടോ. സംഭവം സിമ്പിളാണ്. ജസ്റ്റ് ഒരു മരത്തിൻ്റെ ഒരു കട്ട, അതിൻ്റെ നടുവിൽ സെൻറ്ററിലൊരു ഹോള്, അതിൻ്റെ ഉള്ളിൽ കൂടെ എന്താണ് മരത്തിൻ്റെ കട്ടയുടെ പേര് സ്റ്റോക്ക്. നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇതാ പഠിക്കണം കേട്ടോ. സ്റ്റോക്ക് അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ എന്ത് പോകുന്നുണ്ട്, ബാറ് പോകുന്നുണ്ട്. ഈ ബാറിനെ അങ്ങോട്ടും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നീക്കുക. ആശാരിമാരെ ജസ്റ്റ് ഇങ്ങനെ അടിക്കല ചെയ്യൽ, അങ്ങോട്ടും കൊണ്ട് നീക്കുക. ഈ നീക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇത് ഇളകാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുക, ഈ തമ്പ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. ഈ ബാറിൻ്റെയും ബീമിൻ്റെ അറ്റത്ത് എന്തുണ്ടാവും, നല്ല മൂർച്ചുള്ള ആണിയോ, നമ്മൾ സാധാരണ ആണിയ വെക്കൽ സ്പർ അല്ലെങ്കിൽ പിന്നി എന്നാണ് പറയാം കേട്ടോ. സ്പർ അല്ലെങ്കിൽ പിന്നി എന്നാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ വരെ പറയാം. ഇനി അടുത്തത് ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, അളവുണ്ടാവും എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ അളവ് ഉണ്ടാവില്ല, പക്ഷേ നമ്മുടെ നിങ്ങളുടെ ബുക്കിൽ അളവുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ അളവെടുക്കുമ്പോൾ സ്റ്റീൽ റൂളിൽ നിന്ന് അളവെടുക്കലാണ് ഉത്തമമെന്നും നമ്മുടെ നിങ്ങളുടെ ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ അളവ് തന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്നിട്ടുള്ള അളവ് സ്റ്റീൽ റൂൾ എടുക്കലാണ് ഉത്തമം എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മാർക്കിംഗ് ഗേജ് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ലൈൻസ് പാരലൽ ടു ദി ഫേസ്. അതായത് ഈ സ്റ്റോക്കിന് പാരലായിട്ട് എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യും, മാർക്കിംഗ് ലൈൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഗേജിങ് വിഡ്ത്ത് ആൻഡ് തിക്നെസ്. ഇനി നീളും വീതിയും നമുക്ക് എന്ത് ചെയ്യാം, അടയാളപ്പെടുത്താം. ഒരു പലക ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഈ ചതുരമാണല്ലോ, ഈ ചതുരം ഉണ്ടല്ലോ, ഇതൊരു പലകയാണെന്ന് കരുതിക്കോ. ഓക്കെ ആണോ. ഈ ഒരു ചതുരം ഞാൻ എന്ത് ചെയ്തു, ഈ സ്റ്റോക്ക് എന്ത് ചെയ്തു, ഈ സൈഡിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ വലിച്ചെന്ത് ചെയ്യും, ഈ ദൂരത്ത് ഇങ്ങനെ ഒരു വര വീഴൂലേ. ഓക്കെ ആണോ. അതേപോലെ ഇത് ഇങ്ങോട്ട് വെച്ചാൽ നമുക്കത് വീതിയിൽ എന്ത് ചെയ്യാം, വര വീഴ്ത്താം. ഓക്കെ ആണോ.
അത് ഇതൊരു പലകയെന്ന് വിചാരിക്കുക. ഈ സ്റ്റോക്ക് ഞാൻ ഈ മൗസ് പോയിൻ്റർ വെക്കണ മാതിരി ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വെച്ച് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് നീക്കി എന്ത് ചെയ്യും, ഈ ആണി എന്ത് ചെയ്യും, ഈ ആണി ഇപ്പം ഈ മൗസ് പോയിൻ്റ് പോകണ ആയിക്കൂടെ എന്ത് ചെയ്യും, ഇങ്ങനെ പോയിട്ട് വര വീഴൂലേ. സിമ്പിൾ അത്തോളെ. ദി മാർക്കിംഗ് ഗേജ് ക്യാൻ ബി മെയ്ഡ് ഓഫ് വുഡ് ഓർ സ്റ്റീൽ. എക്സാം പോയിന്റ് ഓഫ് വ്യൂല്, എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂല് ഈ ഒരു വാക്ക് ഇമ്പോർട്ടൻ്റ്. മരം കൊണ്ട് നിർമ്മിക്കാം, സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കാം. ദി ഗേജ് കൺസിസ്റ്റ് ഓഫ് സ്ക്വയർ വുഡൻ ബാർ. എന്താണ് സ്ക്വയർ വുഡൻ ബാർ? എന്താണ് സ്ക്വയർ ആട്ടോ ഷേപ്പ്, വുഡൻ ബാർ ഓർ ബീം ഓൺ വിച്ച് വുഡൻ ബ്ലോക്ക് ഓഫ് സ്റ്റോക്ക് ഈ സ്ലൈഡിങ്. അതായത് അതിൻ്റെ ഈ ബാറിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, സ്റ്റോക്ക് എന്ത് ചെയ്യും, അങ്ങോട്ട് നമുക്ക് നീക്കാം. ദി ബ്ലോക്ക് ക്യാൻ ബി ഫാസ്റ്റൻഡ് അറ്റ് എനി. ഈ ബ്ലോക്ക് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തമ്പ് സ്ക്രൂ വെച്ചിട്ട് എവിടെയും നമുക്ക് എന്ത് ചെയ്യാം നോക്കാം, ടൈറ്റ് ചെയ്യുക. ഫാസ്റ്റൻഡ് അറ്റ് എനി റിക്കേർഡ് മെഷർമെൻറ്റ് ബൈ യൂസ് ഓഫ് എ തമ്പ് സ്ക്രൂ. ഇത് ടൈറ്റ് ചെയ്ത് നമുക്ക് എന്തില്ല, ഇയാൾ അളകത്തില്ല. ഇനി in better form of gauges, the stock is protected from wear by a piece of brass set flush with the surface. അതായത് ഇയാളിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയല്ലേ, മരമല്ലേ, കുറേ കാലമാകുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നല്ല ഗ്യാപ്പ് വരൂലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാസിൻ്റെ ചെറിയൊരു കോട്ടിങ് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മുകളിൽ വെക്കുക. ബെറ്റർ, നല്ല വില കൂടിയ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ കേട്ടോ. വില കൂടിയ ഗേജസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ, ഈ സ്റ്റോക്ക് എന്ത് ചെയ്യും, ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നമ്മളെ ബാറും ബീമും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താകുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അവിടെ ഇങ്ങനെ ഗ്യാപ്പ് കൂടി വരില്ലേ. നമ്മളിപ്പോൾ ജസ്റ്റ് മണ്ണിൽ കുഴി എടുത്തിട്ട് ആ കമ്പി ഒന്നിങ്ങോട്ട് ഇളക്കി എന്ത് ചെയ്യും, ആ മണ്ണിങ്ങനെ വലിപ്പം കൂടി വരില്ലേ, നമ്മൾ ഡ്രിൽ ചെയ്ത ഹോളിൻ്റെ വലിപ്പം കൂടി വരില്ലേ. അതേപോലെ തന്നെ ഈ ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോക്കിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ സ്റ്റോക്കിൻ്റെയും അവിടുത്തെ ഗ്യാപ്പ് കൂടും. അതിന് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു പീസ് ഓഫ് ബ്രാസ് എന്ത് ചെയ്താൽ മതി, ഈ സർഫസിൻ്റെ മുകളിൽ വെച്ചാൽ മതി. ഇനി ദി ബാർ ഈസ് ഗ്രാജുവേറ്റഡ്. ഇതാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ പേട്ടയിൽ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ദി ബാർ ഈസ് ഗ്രാജുവേറ്റഡ് ഇൻ മില്ലിമീറ്റർ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദി ബാർ ഈസ് ഗ്രാജുവേറ്റഡ് ഇൻ മില്ലിമീറ്റർ ആൻഡ് പ്രൊവൈഡഡ് വിത്ത് എ സ്പാർ ഓർ സ്റ്റീൽ പോയിന്റ് അറ്റ് ദി എൻഡ്. നമുക്കറിയാം അല്ലേ. ഇറ്റ് ഈസ് ആൾവേസ്, അടുത്ത പോയിന്റ് നോക്കണ്ടേ. ഇറ്റ് ഈസ് ആൾവേസ് അഡ്വൈസബിൾ ടു മെഷർ ദി ഡിസ്റ്റൻസ് ഫ്രം ദി സ്പാർക്ക് ടു ദി ഫേസ് ഓഫ് ദി ബ്ലോക്ക് വിത്ത് ആൻ ഓർഡിനറി റൂള്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ അല്ലാണ്ട് വിഷയിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റോക്ക് മുതൽ എന്ത് ചെയ്യണം, ഈ പോയിന്റ് വരെ, ഈ സ്റ്റോക്കിൻ്റെ ഈ സൈഡ് മുതൽ ഇതുവരെയുള്ള ഈ അളവാട്ട് എടുക്കുക. ഈ ഭാഗമാണ് എന്ത് ചെയ്യുക, അങ്ങോട്ട് കൊണ്ട് നീക്കുക. ഈ അളവ് എന്ത് ചെയ്യണം, ഒരു ഓർഡിനറി സ്റ്റീലിൽ തന്നെ എടുക്കണം. ഓക്കെ ആണോ, അതാണ് അഡ്വൈസബിൾ. ദി ഗേജ് ഈസ് സെറ്റ് ബൈ ലൂസിങ് ദി. നമുക്കറിയാം ഈ തമ്പ് സ്ക്രൂ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ലൂസ് ചെയ്തിട്ട് സ്റ്റോക്ക് എന്ത് ചെയ്യും, നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞു തന്നെ നമുക്ക് എന്ത് ചെയ്യും, വേണ്ട സ്ഥലം എത്രയാണോ ഇത് ഈ തമ്പ് സ്ക്രൂ ലൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ തമ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്താൽ മതി. മെഷർമെൻറ്റ് ആർ ടേക്കൺ ഫ്രം എ റൂൾ. ആഫ്റ്റർ സെറ്റിംഗ് ദി സ്ക്രൂ ഈസ് ടൈറ്റൻഡ് വൈൽ ഗേജിങ് ദി സ്റ്റോക്ക് ഈസ് ഫേമിലി ഹെൽഡ് എന്നാട്ടോ, ഹെൽപ്പല്ല, ഹെൽഡ് അഗെയിൻസ്റ്റ് ദി വുഡ് ആൻഡ് പുഷ്ഡ് ഫോർവേഡ് ഡയറക്ഷൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇതിപ്പോൾ ഒരു പലകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഫോർവേഡ് ഡയറക്ഷൻ. ഓക്കെ ആണോ, ഇൻ ഫോർവേഡ് ഡയറക്ഷനിലാണ് നമ്മൾ സാധാരണ പേട്ടയിൽ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കും, പക്ഷേ ഫോർവേഡ് ഡയറക്ഷനിലാണ് ആക്കുകയെന്ന് കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് ഫിഗർ 7 നമുക്ക് നോക്കുക. ഇതിൻ്റെ മാർക്കിംഗ് ഗേജ് എന്ന അതിൻ്റെ പേര്. ഇതിൻ്റെ വേറൊരു ലേറ്റസ്റ്റ് വേർഷൻ എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. മോർട്ടൈസ് ഗേജ്, മോർട്ടൈസ് ജോയിൻറ്റ്, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. മോർട്ടൈസ് ഗേജ് നമ്മൾ കാർപ്പൻട്രി ട്രേഡ്സ്മാൻ കാർപ്പൻട്രി നമ്മൾ ചെയ്തതാണ്. എനിക്ക് ആ എക്സാമിൽ മിക്സായി, ഞാൻ 7:30 എത്തേണ്ടത്, അത് എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്, ഒരു മിനിറ്റ് വൈകി, അതുകൊണ്ട് മിസ്സായി. അത്യാവശ്യം ഞാനന്ന് നല്ലോണം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ജെയുടെ എക്സാം നോക്കുന്നുണ്ട്, സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഷീറ്റ് മെറ്റലിൻ്റെ എക്സാം നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളെന്ത് ചെയ്യുക, കൂടെ പോരുക, അത്രയുള്ളേ. മോർട്ടൈസ് ഗേജ്. എ മോർട്ടൈസ് ഗേജ് ഇസ് എ മാർക്കിംഗ് ഗേജ് എന്നാട്ടോ. മാർക്കിംഗ് ഗേജ് വിത്ത് 2 സ്പർ, 2 സ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, മോർട്ടൈസ് ഗേജ് എന്ന് വിളിക്കാം. നമുക്ക് നോക്കി നോക്കാം. ദി 2 സ്പേഴ്സ് ക്യാൻ ബി സ്പേസ്ഡ് അറ്റ് എ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് ആൻഡ് മാർക്ക് 2 പാരലൽ ലൈൻസ് അറ്റ് എ ടൈം. നമുക്കിപ്പോൾ നിങ്ങൾ വീടിൻ്റെ ജനലുണ്ടെക്കണം, മരത്തിൻ്റെ ജനലാണെന്നുണ്ടെങ്കിൽ അതിൽ ഗ്ലാസ് വെക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതൊക്കെ ഈ പലകയുടെ മുകളിൽ എങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വലിക്കൽ എന്ത് ചെയ്യും, 2 ലൈന് വീഴും. നിങ്ങളെ ജനലിൽ ഗ്ലാസ് ഇടുന്ന ആ ഒരു ചാലുണ്ടല്ലോ, അത് ഒറ്റ മാർക്കിങ്ങിൽ 2 ലൈൻ വീഴും. അത് എന്തുകൊണ്ടാണ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ മോർട്ടൈസ് ഗേജ് കൊണ്ടാണ്. കാരണം അതിൽ 2 സ്പർ ഉണ്ട്, വിത്ത് 2 സ്പർ ഉണ്ട്. ഓക്കെ ആണോ. ഇനി ദിസ് ഇസ് മെയ്ഡ് ഓഫ് ഹാർഡ് വുഡ്. സ്റ്റീൽ കൊണ്ട് പറ്റുമോ നോക്കി നോക്കൂ, സ്റ്റീൽ കൊണ്ട് പറ്റുമോ, ഇല്ലല്ലോ. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഹാർഡ് വുഡ് ആൻഡ് ഹാസ് ആൻ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഇൻ ദി എൻഡ് ഓഫ് ദി ബീം. എൻഡ് ഓഫ് ബീമിൻ്റെ എൻഡിലാണ് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ബീമിങ്. നമുക്ക് നോക്കി നോക്കാം കേട്ടോ.
ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയാണ് ഇത്. ഒരു ചിത്രം തന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഫോർവേഡ് ഡയറക്ഷനിലാട്ടോ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർവേഡ് ഡയറക്ഷനാണ് മൂവ് ചെയ്യുക. ഈ മരത്തിനോട് ചേർച്ച് വെച്ചിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ട് തള്ളിയാൽ മതി. ഇനി നമുക്ക് ഇത് നോക്കി നോക്കാം, മോട്ടോഴ്സ് ഗേജ് നോക്കി നോക്കാം. മോട്ടോഴ്സ് ഗേജ് കണ്ടോ നിങ്ങൾ, ഫിക്സഡ് പിൻ ഉണ്ടോ, അതായത് നമ്മൾ ഒരു സ്റ്റോക്ക് കണ്ടില്ലേ, നിങ്ങൾ സ്റ്റോക്ക് കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ എത്ര സാധനം പോകുന്നുണ്ട് കണ്ടോ. ഒരു ഫിക്സഡ് പിന്നെ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഫിക്സഡ് ബീം അവിടെ ഉണ്ട്. അതിൻ്റെ ഫിക്സഡ് ബീം ഉണ്ട് ഈ പുറത്തു കൂടെ, അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടോ ഒരു മൂവബിൾ കണ്ടോ. അപ്പോൾ ഈ ഫിക്സഡ് അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൂവബിൾ അങ്ങോട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തമ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് എന്ത് ചെയ്യും, 2 ലൈൻ എന്ത് ചെയ്യും, ആ നമ്മുടെ പലകട മുകളിൽ വീഴും. ഓക്കെയാണെന്ന് വിചാരിക്കുന്നത്. ഇനി ദി സ്ക്രൂ മൂവ്സ് വൺ ഓഫ് സ്പേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ ഓർ ആസ് ഡിസൈഡ്. ഈ സ്ക്രൂ ഉണ്ടല്ലോ, ഈ സ്ക്രൂ ആണ് നമ്മളെ ഈ സ്പാറിനെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നവർ പറയുന്നത്. ദി അതർ സൈഡ് ഓഫ് ദി ബീം ഈസ് ഫിറ്റഡ് വിത്ത് എ സിംഗിൾ പോയിൻറ്റ് ആസ് ദി നോ ഓർഡിനറി മാർക്കിംഗ് ഗേജ്. ദി അതർ സൈഡ് ഓഫ് ദി ബീം ഈസ് ഫിറ്റഡ് വിത്ത് എ സിംഗിൾ പോയിൻറ്റ് ആസ് ദി ഓർഡിനറി മാർക്കിംഗ് ഗേജ്. അത് നോക്കണം കേട്ടോ, ഞാൻ നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. ദി ഗേജ് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കേട്ടോ. നമ്മൾ മോർട്ടേഴ്സ് ജോയിൻറ്റ്, ടെനൻസ്, അതുപോലെ തന്നെ സിമിനിയർ ജോയിൻ്റൊക്കെ, അതായത് 2 ലൈന് വേണ്ട ജോയിൻ്റൊക്കെ നമ്മൾ 2 ലൈന് വരച്ചിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ മരം എടുത്ത് ഒഴിവാക്കുക. അപ്പോൾ അവിടെ ചാലാവും. അല്ലെങ്കിൽ അതിൻ്റെ 2 സൈഡിൽ നിന്ന് എടുത്ത് ഒഴിവാക്കി എന്ത് ചെയ്യും, അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അങ്ങനത്തെ ജോയിൻറ്റ്, അതിനാണ് മോർട്ടേഴ്സ് ജോയിൻറ്റ്, ടെനൻസ് ജോയിൻറ്റ് എന്നൊക്കെ പറയാം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ജോയിൻറ്റിൻ്റെ സെക്ഷനിൽ നമ്മൾ പഠിക്കും കേട്ടോ. ഇനി സ്റ്റെം ബീം ആൻഡ് സ്റ്റോക്ക് ആർ മെയ്ഡ് ഓഫ് ബീച്ച് വുഡ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തമ്പ് സ്ക്രൂ മെയ്ഡ് ഓഫ് ബോക്സ് വുഡ്, പിൻ ഓഫ് സ്പാർ മെയ്ഡ് ഓഫ് സ്റ്റീൽ. ഈ ലാസ്റ്റ് 2 പേരുണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാം. അതായത് മോർട്ടേഴ്സ് ഗേജിൻ്റെ സ്റ്റെമ്മ്, ബീം, സ്റ്റോക്ക് ബീച്ച് വുഡ് കൊണ്ടാണ് നിർമ്മിക്കുക. സ്റ്റെമ്മ്, ബീം, സ്റ്റോക്ക് എന്താ ബീച്ച് വുഡ്. തമ്പ് സ്ക്രൂ നമ്മൾ വിചാരിക്കും മെറ്റലാണെന്ന് വിചാരിക്കും, പക്ഷെ എന്താണ്, ബോക്സ് വുഡ് കൊണ്ടാണ് എന്ത് ചെയ്യുക, നിർമ്മിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം തമ്പ് സ്ക്രൂ കണ്ടില്ല നിങ്ങൾ, ഈ തമ്പ് സ്ക്രൂ നമ്മൾ വിചാരിക്കും എന്ത് ചെയ്യും, അത് മെറ്റലാണെന്ന് വിചാരിക്കും, പക്ഷേ എന്താണ്, ബോക്സ് വുഡാണ്. പിൻ ഓർ സ്പർ മെയ്ഡ് ഓഫ് സ്റ്റീൽ, അത് നമുക്ക് തെറ്റത്തില്ല, നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട്. ഇനി അടുത്തതാണ് കട്ടിങ് ഗേജ് കേട്ടോ. ചിത്രം കണ്ടില്ല നിങ്ങൾ, ഒരു കട്ടിങ് നൈഫ് ഉണ്ട് അടിയിലുണ്ട്, അത് ഇളകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിലുണ്ട് ഒരു വെഡ്ജ് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണോ. ദിസ് ഇസ് ജസ്റ്റ് ദി കൺസ്ട്രക്ഷൻ ഓഫ് എ മാർക്കിംഗ് ഗേജ്. അറ്റ് ദി എൻഡ് ഓഫ് ദി സ്റ്റെം, ഈ സ്റ്റെമ്മിൻ്റെ അറ്റത്ത് സ്ക്രൈബിംഗ് നൈഫ് ഈസ് ഫിക്സഡ് വിത്ത് ദി എയ്ഡ് ഓഫ് 1 വെഡ്ജ്. വെഡ്ജ് എന്തിനാ, ഇളകാതിരിക്കാൻ വേണ്ടി കേട്ടോ. ബൈ ലൂസണിങ് ദി വെഡ്ജ് ദി ലെങ്ത് ഓഫ് നൈഫ് മേ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്. മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്ലെയിനറിൻ്റെ ഒക്കെ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഈ വെഡ്ജ് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ലൂസാക്കി നമുക്ക് എന്ത് ചെയ്യുക, ഈ നമ്മളെ നൈഫിന് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചും കൂടി അടിയിലാക്കാം. അപ്പോൾ ഈ കട്ടിങ് ലെങ്ത്തും നമുക്ക് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യാം. ബൈ ലൂസണിങ് ദി വെഡ്ജ് ദി ലെങ്ത് ഓഫ് ദി നൈഫ് മേ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്. ഇൻ ബ്രോഡ് പ്ലാങ്ക്സ് സ്ക്രൈബിംഗ് മാർക്സ് ക്യാൻ ബി മാർക്ക്ഡ് വിത്ത് ദിസ് ഗേജ്. അതായത് നല്ല വീതി കൂടിയ പലകയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഉപയോഗിക്കുക, കട്ടിങ് ഗേജാണ് ഉപയോഗിക്കുക. ഓക്കെ ആണോ. എന്താണ് മാർക്കിംഗ് ഗേജ് പോലെ തന്നെയാണ്, പക്ഷേ വലിയ ബ്രോഡായിട്ടുള്ള പലകയിലൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഗേജ് ഉപയോഗിക്കും. ഡീപ്പ് മാർക്സ്, ഇത് കട്ടിങ് ആണോ, നമുക്കിങ്ങനെ ഈ പേര് കേൾക്കുമ്പോൾ തോന്നും കട്ടിങ്ങിനാണെന്ന് തോന്നും. നമുക്ക് നോക്കി നോക്കാം. ഡീപ്പ് മാർക്സ് ക്യാൻ ബി സ്ക്രൈബ്ഡ് വിത്ത് ദിസ് കട്ടിംഗ് ഗേജ് ഫോർ മാർക്കിംഗ് ഗ്രൂവ്, റിബേറ്റ്, ഡൗട്ടേഴ്സ്. ഇതൊക്കെ എന്താക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീപ്പായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാം, കട്ടിംഗ് ഗേജ് ഉപയോഗിക്കാം. It is possible to cut thin strips of timber and plywood up to 3 millimeter thick. 3 mm ഇല്ല, അത്രയും കനം കുറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കട്ടിംഗ് ഗേജ് ഉപയോഗിക്കാം. അപ്പോൾ കട്ടിംഗ് ഗേജിൽ എന്താ ഉണ്ടാവുക, കട്ടിംഗ് നൈഫാണ് ഉണ്ടാവുക. അതിൻ്റെ ലെങ്ത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാനും കുറക്കാനും അതുപോലെ തന്നെ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വെഡ്ജ് ഉപയോഗിക്കും. വെഡ്ജ് സാധാരണ ബോർഡ് മാർക്കിങ്ങിനാണ് നമ്മൾ കട്ടിംഗ് ഗേജ് ഉപയോഗിക്കുക. മാത്രമല്ല 3 മില്ലിമീറ്ററുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, കട്ടിംഗ് ഗേജ് ഉപയോഗിക്കാം. ഇനി അടുത്താണ് പാനൽ ഗേജ് കേട്ടോ. ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് സിംഗിൾ മാർക്കിംഗ് ഗേജ് ബട്ട് ദി സ്റ്റെം ആൻഡ് സ്റ്റോക്ക് ആർ ലോങ്. ഇതിൻ്റെ സ്റ്റെമ്മ് സ്റ്റോക്കൊക്കെ എന്താണ്, ലോങ് ആണ്. ഈ ഒരു പോയിന്റ് ചോദിക്കൂട്ടോ. ജസ്റ്റ് ലൈക്ക് സിംഗിൾ മാർക്കിംഗ് ഗേജിൻ്റെ പോലെ തന്നെയാണെന്ന്
ആ ഒരു ചോദിക്കും. പക്ഷേ എന്താ സ്റ്റെമ്മും സ്റ്റോക്കും എന്താണ് നല്ല നീളം കൂടിയതാണ്. ദി ലെങ്ത് ഓഫ് സ്റ്റെം ഇതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. എത്ര 45 സെൻറ്റിമീറ്റർ, അതായത് 450 മില്ലിമീറ്റർ. ഓക്കെ ആണോ? ദി ലെങ്ത് ഓഫ് സ്റ്റെമ്മിൻ്റെ ലെങ്ത് എത്രയാണ്? 450 മില്ലിമീറ്റർ ആണ്. അതുപോലെ തന്നെ ദി ഇൻ പ്ലാങ്ക്സ് ലോങ്ങർ ദാൻ 150 mm സ്കൈ ബി മാർക്സ് ആർ മെയ്ഡ് വിത്ത് ദി പാനൽ ഗേജ്. ഇത് 15 സെൻറ്റിമീറ്ററിലും കൂടുതലുള്ള പല കഷ്ണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതുകൊണ്ട് മാർക്ക് ചെയ്യാം. പാനൽ ഗേജ് നമുക്ക് എന്ത് ചെയ്യാം, ചിത്രം നോക്കി നോക്കാം കേട്ടോ. കണ്ടോ നിങ്ങൾ എത്രത്തോളം നീളം കൂടുതലാണെന്ന് കണ്ടോ? 45 സെൻറ്റിമീറ്റർ നീളം കൂടുതലുണ്ടോ നിങ്ങൾ. ഇനി അടുത്ത് ട്രാവൽ പോയിൻ്റ്. ട്രാവൽ പോയിൻ്റ് കണ്ടോ? ട്രാവൽ പോയിൻ്റൊക്കെ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചാണ്. എന്നുണ്ട് വലിയൊരു കോമ്പസിൻ്റെ മാതിരിയിലെ ഓക്കെയാണ്. വുഡൻ ബാറ്റിൻ്റെ മുകളിൽ 2 നമ്മുടെ ഹോൾഡർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പോയിൻ്റ് കണ്ടില്ലേ? അതുപോലെ തന്നെ നേൾഡ് സ്ക്രൂ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കിക്കാം. ട്രാവൽ പോയിൻ്റ് ആർ യൂസ്ഡ് ഫോർ ലേയിങ് ഔട്ട് ലാർജ് സർക്കിൾ ആൻഡ് ആർക്ക്. വലിയ സർക്കിളും ആർക്കൊക്കെ നമ്മൾ പണ്ട് ഓണത്തിനൊക്കെ നൂല് കൊണ്ട് വെട്ടാൻ ചെയ്യുന്നില്ലേ, അതിന് പകരം ഒന്നുകൂടി അക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാവൽ പോയിൻ്റ് ഉപയോഗിക്കുക. 2 സ്ലൈഡിങ് പോയിൻ്റ്, രണ്ടും സ്ലൈഡിങ് പോയിൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കണേ. രണ്ടും സ്ലൈഡിങ് ആണ്. 2 സ്ലൈഡിങ് പോയിൻ്റ് ആർ ഫാസ്റ്റൻഡ് ടു എ വുഡൻ ബാറ്റൺ. ഈ വുഡൻ ബാറ്റൺ, ഈ നടുവ് കൂടെ പോണത് വുഡൻ കൊണ്ടുണ്ടാക്കിയാണ്. ഓർ എ സ്റ്റീൽ റോഡ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ ഗ്രാഫിക്സിൽ പഠിച്ചിട്ടുള്ള ട്രാമൽ ഏതാണ്? സ്റ്റീൽ കൊണ്ട് കേട്ടോ. സ്റ്റീൽ റോഡ് അറ്റ് എനി ഡിസ്റ്റൻസ് റിക്വയർഡ് ഫ്രം ഈച്ച് അതർ ബൈ ടേണിംഗ് ദി നെയിൽ ടു. നമുക്ക് എന്ത് ചെയ്യാം, വുഡൻ പാറ്റേൺ ഉണ്ടാക്കുക, അതുപോലെ തന്നെ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കുക. അതൊരു ചോദ്യം കേട്ടോ. അങ്ങനത്തെ കൺഫ്യൂഷൻ ഫാക്ടർ എന്നാണ് ഒരു ചോദ്യമായിട്ട് വരിക. ഈച്ച് അതർ ബൈ ടേണിംഗ് ദി നെയിൽ ടു. ഈ സ്ക്രൂ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, ഇയാളെ നീക്കാം. ദി പോയിന്റ് ഈസ് ഫാസ്റ്റൻഡ് ടു ബാറ്റൺ ഓർ സ്റ്റീൽ റോഡ്. സംടൈം വൺ ഓഫ് ദി പോയിന്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ പെൻസിൽ ലെഡ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റ് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പെൻസിൽ വെക്കുകയും ചെയ്യാം. ഇനി അടുത്താണ് വിങ് കോമ്പസ് കേട്ടോ. നമുക്ക് ആ പെൻസിൽ വെച്ച ചിത്രമാണെങ്കിൽ നോക്കിക്കോളൂ. കണ്ടോ, പെൻസിൽ വെച്ച ചിത്രമാണ് ഈ ഒരു ഇത്. കണ്ടോ, നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. പെൻസിലും വെക്കാം കേട്ടോ. ഇനി വിങ് കോമ്പസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ഡിവൈഡേഴ്സ് മെയ്ഡ് ഓഫ് സ്റ്റീൽ. നമ്മൾ പഠിച്ചാണല്ലേ. The legs are sharpened to a point and at the top they are riveted or screwed. Rivet ചെയ്യുക, സ്ക്രൂ ചെയ്യുക. They are fixed at the required radius by means of a set screw. ഈ നമുക്ക് ഈ സെറ്റ് സ്ക്രൂ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇയാളെ ഇയാളെ നമുക്ക് എന്ത് ചെയ്യാം, റിക്വയർഡ് പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നിർത്താം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ലെങ്ത്ത് ചോദിക്കും കേട്ടോ. അത് ഫിറ്ററിൽ നമ്മൾ പഠിച്ചില്ലേ, ലെങ്ത്ത് പറഞ്ഞാൽ ഈ പിവട്ട് പോയിൻറ്റിൻ്റെ സെൻറ്ററിൽ നിന്നാണ് എന്ത് ചെയ്യുക, അളക്കുക. അതൊന്ന് റാങ്ക് മേക്കിംഗ് ആണ്, അതൊന്ന് നോക്കി വെക്കുക. ഇനി യൂസസ്, അതിൻ്റെ യൂസ് നോക്കുക. ഫോർ സെറ്റിംഗ് ഔട്ട് ആർക്ക് ഓർ സർക്കിൾസ് ടു ട്രാൻസ്ഫർ. നമുക്കറിയില്ലേ മെഷർമെൻറ്റ് എന്ത് ചെയ്യാം, സ്റ്റീൽ റൂൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ പിൻ കോമ്പസ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മാർക്ക് കർവുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇനി അടുത്താണ് മെഷറിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ടൂൾസ്. മെഷറിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ടൂൾസ്. സ്റ്റീൽ റൂള് അല്ലെങ്കിൽ റൂളിൽ 2-3 ടെസ്റ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ടെസ്റ്റായിട്ട് ചോദിക്കാനുള്ള 2-3 ചാൻസ് ഉള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം. അത് ചിത്രം ശ്രദ്ധിച്ച് നോക്കും നിങ്ങൾ. ഡിവിഷൻ കണ്ടോ, ഡിവിഷൻ ഇൻ ഹാഫ് മില്ലിമീറ്ററിൽ എന്തുണ്ട്, 0 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ ഓരോ ഡിവിഷനും 1/2 mm വരെ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ? സൂം ചെയ്ത് വേണമെങ്കിൽ കാണിച്ചു തരാം. അതായത് ഫസ്റ്റ് ഡിവിഷൻ 1/2 mm, പിന്നെയാണ് 1 mm, പിന്നെ 1.5 mm, പിന്നെ 2 മില്ലിമീറ്റർ, പിന്നെ 2.5. അതായത് 0 മുതൽ 5 വരെയും 1/2 മില്ലിമീറ്റർ ഗ്യാപ്പിൽ. അപ്പോൾ അക്യുറസി നോക്കി നോക്കും നിങ്ങൾ. ഓക്കെ ആണോ? ഇനി അവിടുന്ന് സാധാരണ നമ്മൾ സ്കെയിലത്ത് കണ്ടിരിക്കുന്നത് 0 മുതൽ 1 സെൻറ്റിമീറ്റർ വരെ എന്ത് ചെയ്യാൻ എത്തുള്ളൂ, ഇത്രയും ചെറുതാക്കിയിട്ട് കൊടുക്കുക. പക്ഷേ കാർപ്പൻറ്ററിയുടെ സ്റ്റീൽ കൊല്ലി നോക്കി നോക്കൂ കേട്ടോ നിങ്ങൾ. ഇനി നെക്സ്റ്റ് ആ 5 മുതൽ ബാക്കിയുള്ള 30 സെൻറ്റിമീറ്റർ വരെ എത്രയാണ്, ഓരോ മില്ലിമീറ്റർ ആയിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇഞ്ചിൻ്റെ ഡിവിഷൻ നോക്കി നോക്കാം നമുക്ക്. 30 സെൻറ്റിമീറ്റർ 12 ഇഞ്ച് വരെയാണ് നമ്മൾ ഈ സ്റ്റീൽ റൂളിലുള്ളത്. ഇനി അടുത്ത് നോക്കി നോക്കാം. ഇഞ്ചിൻ്റെ ഡിവിഷൻ കണ്ടോ, ഇഞ്ചിൻ്റെയിലും അത്യാവശ്യം ട്വിസ്റ്റ് ഉണ്ട്. 0 മുതൽ 3 ഇഞ്ച് വരെ 1/32 പെർ ഇഞ്ചാണ് ഓരോ ഡിവിഷനും മാറ്റി വരച്ചിട്ടുള്ളത്. കണ്ടോ, 1 ഇഞ്ചിൻ്റെ 32 ഭാഗമാക്കി മാറ്റിയിട്ട് ഓരോ ഭാഗവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതുവരെ, 0 മുതൽ 3 ഇഞ്ച് വരെ. ഇനി 3 മുതൽ 4 ഇഞ്ച് വരെ കണ്ടോ, ഒന്നും കൂടി അടുപ്പിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 3 മുതൽ 4 ഇഞ്ച് വരെ 1/64 ഇഞ്ച്, 1 ഇഞ്ചിനെ 64 ഭാഗമാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ഓരോ ഭാഗവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 0 മുതൽ 3 ഇഞ്ച് വരെ
എത്ര 1/32 ഇഞ്ചായിരുന്നു. അതിനേക്കാട്ടിലും കൂടുതൽ അക്യുറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് 3 മുതൽ 4 വരെ അവർ കൊടുത്തിട്ടുള്ളത് 1/64. പക്ഷേ അതിന് ശേഷം നോക്കി നോക്കും നിങ്ങൾ. അതിന് ശേഷം 4 ഇഞ്ച് മുതൽ ബാക്കി 12 ഇഞ്ച് വരെ 1 ഇഞ്ചിനെ 16 ഭാഗമാക്കിയിട്ട് അത്രയേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും അക്യുറസി കമ്മിയാണ്. നമുക്ക് നോക്കി നോക്കാം. ഇതിനെ വിളിക്കുന്ന പേര് മെറ്റൽ സ്റ്റീൽ റൂൾ അല്ലെങ്കിൽ ബെഞ്ച് റൂൾ. ഇൻ ദി വർക്ക്ഷോപ്പ് വുഡൻ ഓർ സ്റ്റീൽ റൂൾസ് ആർ യൂസ്ഡ്. നമ്മളെ കാർപ്പൻട്രി വർക്ക്ഷോപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, വുഡൻ സ്റ്റീൽ മഞ്ഞ കളറിൽ നമ്മൾ പണ്ട് മാഷന്മാരെ കയ്യിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ സ്റ്റീൽ റൂൾ നമുക്ക് ഉപയോഗിക്കാം. ദി ഡിവിഷൻ ഇൻ സെൻറ്റിമീറ്റർ ഈസ് 30 സെൻറ്റിമീറ്റർ ലോങ്. നമ്മൾ കണ്ട മാതിരി തന്നെ എത്രയാണ് 30 സെൻറ്റിമീറ്റർ ലോങ് ഉണ്ട് സെൻറ്റിമീറ്ററിൻ്റെ ഡിവിഷൻ. ആൻഡ് സബ് ഡിവൈഡഡ് ഇൻ മില്ലിമീറ്റർ ആൻഡ് ഹാഫ് മില്ലിമീറ്റർ. അത് 0 മുതൽ 5 വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 1 മില്ലിമീറ്ററും 1/2 മില്ലിമീറ്ററുമായിട്ട് അവർ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ദി ഡിവിഷൻ ഇൻ ഇഞ്ച് എത്രയാണ്, 0 മുതൽ 12 ഇഞ്ച് വരെയാണ്. ആൻഡ് ഈക്വൽ ടു 1 ഇംഗ്ലീഷ് ഫൂട്ട്. 12 ഇഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, 1 ഫൂട്ടാണ്. അതൊക്കെ പഠിക്കണം കേട്ടോ. ദി സബ് ഡിവിഷൻ ഈസ് അക്യുറേറ്റ് ഇൻ 1/16 ഇഞ്ച് ആൻഡ് അതായത് ഇത്ര വരെ നമ്മളെ നോക്കിയില്ലേ 1/32, 1/64 ഇത്രയും ഡിവിഷനായിട്ട് സബ് ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. ഫോർ ദി കൺവേർഷൻ ഓഫ് പാർട്സ് ഓഫ് ആൻ ഇഞ്ച് ഇൻ ടു മെട്രിക് സിസ്റ്റം. ഇഞ്ചിനെ നമ്മൾ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മീറ്റർ തുടങ്ങിയ മെട്രിക് സിസ്റ്റത്തിലേക്ക് മാറ്റുന്നതിൽ ഒരു കൺവേർഷൻ ടേബിൾ പഠിക്കണം. ഇതിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 1/64 ഇഞ്ച്, 1 ഇഞ്ചിനെ 16 ഭാഗമാക്കി കഴിഞ്ഞാൽ എത്രയാണത്, 1.6 മില്ലിമീറ്റർ ആണ്. ഓക്കെ ആണോ? സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചേക്കാം കേട്ടോ, സിമ്പിളാണ്. ഇനി 2/16 അതായത് 1 ഇഞ്ചിനെ 16 ആക്കി. അപ്പോൾ അതിൻ്റെ ഡബിൾ എത്ര ആയിരിക്കും, 1.6 ആണെങ്കിൽ ഇവിടുത്തെ 3.2. ഇനി 3 ആണെങ്കിൽ 3.2 പ്ലസ് 1.6. ഇത് ഓരോ ഇതിങ്ങനെ കൂട്ടി വരുമ്പോൾ എത്ര ആയിരിക്കും, അത്രയുള്ളേ. 4 ആകുമ്പോൾ 4.8 പ്ലസ് ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. എത്രയാണ് കണ്ടോ, 6.35 ആണ്. പിന്നെ 5/16 എത്രയാണ്, 8 ആണ്. ഓക്കെ ആണോ? ഇങ്ങനെ കൂട്ടി വന്നാൽ മതി. 16, 32, 48 അങ്ങനെ കൂട്ടി വന്നാൽ മതി. 6 ആകുമ്പോൾ 8ൻ്റെ കൂടെ എത്ര കൂട്ടുണ്ട്, 16 കൂട്ടുണ്ട്. പക്ഷേ എത്ര ഉണ്ട്, ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ടോ, 9.5 ആണുള്ളത്. 9.6 വരേണ്ട അടുത്ത് 9.5 ആണുള്ളത്. മനസ്സിലായോ? 7/16 ആകുമ്പോൾ മതിയും അതിൻ്റെ കൂടെ കൂട്ടുക, 16 കൂട്ടുക. 8/16 ആകുമ്പോൾ മതിയും 1/2 ഇഞ്ച് എന്ന് പറയുമ്പോൾ 12.7. 1 ഇഞ്ച് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും 25.4. ഓക്കെ ആണോ? അതായത് 1/60 എന്ന് പറയുമ്പോൾ 1.6. പിന്നെ 1.6 വെച്ചിട്ട് ഇങ്ങനെ കൂട്ടുക വേണ്ട. പക്ഷേ ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്, 4/16 ഇഞ്ചിൻ്റെ ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ 6/16 ഇഞ്ചിൻ്റെ ടെസ്റ്റ് ഉണ്ട്. പിന്നെ 8/16 നമുക്കറിയാം അല്ലേ, ഹാഫ് ഇഞ്ചാണ്. 1 ഇഞ്ച് 25.4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഹാഫ് ഇഞ്ച് എത്രയായിരിക്കും, 25.4ൻ്റെ പകുതി എത്രയായിരിക്കും, 12.7 മില്ലിമീറ്റർ. സിമ്പിളാണൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. 1/64 1.6 മില്ലിമീറ്റർ ആണ്. ജസ്റ്റ് ഒരു ഐഡിയ ആലോചിക്കുക. ടെസ്റ്റ് ഉള്ളത് എവിടേക്കാണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് നോക്കാം കേട്ടോ. ഇനി 16/16 എത്രയായിരിക്കും, 1 ഇഞ്ചാണ്. എത്രയാണ്, 25.4. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ അടിയിലേക്ക് വന്നാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. ഇനി അടുത്തത് സിഗ്സാഗ് റൂൾ എന്ന് പറയും, അല്ലെങ്കിൽ വേറൊരു പേരാണ് കൊളാപ്സിബിൾ കാർപ്പൻറ്റേഴ്സ് റൂൾ അല്ലെങ്കിൽ സിഗ്സാഗ് റൂൾ. നോക്കി നോക്കൂ, കണ്ടോ, ഒരു സ്കെയിലുണ്ട്, വേറെ സ്കെയിലുണ്ട് ഇല്ലേ, മടക്കിയിട്ട് നമുക്ക് ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ചെറിയ സ്ഥലത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടില്ലേ, അങ്ങനെയൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് സിഗ്സാഗ് റൂൾ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 10 പീസസ്. അത് ഓരോ പീസും എത്രയായിരിക്കും, 10 പീസസ് ഈച്ച് ലൂസ്ലി റിവറ്റഡ്. ഒരു പോയിൻ്റ് എന്തെങ്കിലും റിവറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നിങ്ങൾ നിവർത്താം. ഓക്കെ ആണോ? ഈച്ച് പീസ് ഈസ് 10 സെൻറ്റിമീറ്റർ ലോങ് ആൻഡ് ടോട്ടൽ ലെങ്ത് ഈസ് 1 മീറ്റർ. 1 മീറ്ററിനെ 10 ആക്കി ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ ഓരോന്നിൽ എത്രയായിരിക്കും, 10 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും. ലോങ്ങർ ഡിസ്റ്റൻസസ് ക്യാൻ ബി മെഷേർഡ് വിത്ത് ദിസ് റൂൾ. സം ടൈംസ് ഇറ്റ് കണ്ടെയ്ൻസ് ബ്രിട്ടീഷ് സിസ്റ്റം മെഷർമെൻറ്റ് ഓൺ ദി അതർ സൈഡ്. മറ്റേ സൈഡിൽ നിന്നുണ്ടാവും ബ്രിട്ടീഷ് സിസ്റ്റമായിട്ടുള്ള സാധനങ്ങളുണ്ടാവും. നമ്മൾ ഇന്ത്യയിൽ സെൻറ്റിമീറ്റർ ഒക്കെ ആണെങ്കിൽ മറ്റേ അവിടെ എന്താ ഉപയോഗിക്കുക, ഇഞ്ച് എന്നൊക്കെ ഉപയോഗിക്കുക. ആ ഒരു സാധനം കൂടി അടുത്ത സൈഡിലുണ്ടാവുന്ന കേട്ടോ, ഓപ്പോസിറ്റ് സൈഡിലുണ്ടാവുന്നതാണ്. ഇനി അടുത്തത് ഫൂട്ട് റൂൾ എന്നാണ് പേര്. നോക്കണം, സിഗ്സാഗ് അല്ല, ഫോൾഡിങ് ആണ്. കണ്ടോ, ഇവിടെ ഇങ്ങനെയാണ് ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. മറ്റേത് റിവറ്റ് ആയിരുന്നു. ഇവിടെ കണ്ടോ, ഇങ്ങനെയാണ്, ഒരു വിജാഗിരി പോലെയാണ്. അപ്പോൾ ഫോൾഡിങ് റൂൾ എന്ന് വിളിക്കൂട്ടോ. ഫിഗർ 3 നോക്കി നോക്കാം. ഫോൾഡിങ് റൂൾ. ദിസ് ആൾസോ കാൾഡ് ഫൂട്ട് റൂൾ. ഓക്കെ ആണോ? ഫൂട്ട് റൂൾ അല്ലെങ്കിൽ ഫോൾഡിങ് റൂൾ, രണ്ടും F ആണെന്ന് വിചാരിച്ചു നോക്കുക. ഇത് സിഗ്സാഗ് റൂളിൽ 10 പീസ് ഉണ്ടാകും. ഓരോ പീസും 10 സെൻറ്റിമീറ്റർ, ടോട്ടൽ 1 മീറ്റർ. പക്ഷേ ഫൂട്ട് റൂളിൽ നോക്കിക്കോ, ഇറ്റ് ഹാസ് 4 ഫോൾഡ്, 4 മടങ്ങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈച്ച് ഓഫ് വിച്ച് ഈസ് 6 ഇഞ്ച് അല്ലെങ്കിൽ 150 മില്ലിമീറ്റർ.
15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 6 ഇഞ്ചാണ് ഓരോ മടക്കും ഉണ്ടാവുക. അങ്ങനെ 6 ഇഞ്ച് നീളമുള്ള അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്റർ നീളമുള്ള 4 മടക്കുണ്ടാവും. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും? ടോട്ടൽ 4 × 6 എത്ര? 24 ഇഞ്ച് അല്ലെങ്കിൽ 4 × 15 60 സെൻറ്റിമീറ്റർ. ഇത്രയും നീളമാണ് ഫോർ ഫോൾഡിൽ ഉണ്ടാവുക. മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ജോയിൻഡ് ഇൻ എ പ്ലാസ്റ്റിക് മെറ്റാലിക് ഹിഞ്ച്. ഓക്കെയാണോ? നമ്മൾ ആ വിജാഗിരി ആ ഹിഞ്ചിലാണ് ഉണ്ടാവുക. ആഫ്റ്റർ ടേക്കിംഗ് മെഷർമെൻറ്റ് കീപ് ദി സ്കെയിൽ ഫോൾഡഡ് ആൻഡ് ഫ്രീ ഫ്രം ഡസ്റ്റ്. എന്ത് ചെയ്യണം? മടക്കി തന്നെ വെക്കണം. ഇറ്റ് ഈസ് ഈസിലി ക്യാരിഡ് ഇൻ പാക്കറ്റ്. നമുക്ക് എന്ത് ചെയ്യാം? ബാഗിൽ അല്ലെങ്കിൽ ആശയന്മാരെ മറ്റേ സെഞ്ചിയിലൊക്കെ നമുക്ക് എന്ത് ഈസി ആയിട്ട് കൊണ്ടുപോകാം. മെറ്റൽ ക്ലിപ്പ് ഈ പ്രൊവൈഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി സോൾ ടു അവോയ്ഡ് വിയർ ആൻഡ് ടിയർ. ഒരു മെറ്റൽ ക്ലിപ്പ് ഉണ്ടാവും. നമ്മൾ സർവ്വസാധാരണ കണ്ടിട്ടുള്ള മെഷർമെൻറ്റ് റൂള്. ഓക്കെയാണോ? അതിൻ്റെ ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ഒരുപാട് ഉപയോഗം ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഈ ഭാഗം നമ്മൾ ജസ്റ്റ് നമുക്ക് നോക്കിയേക്കാം. ടൈപ്പ് മെഷേഴ്സ് ആർ യൂസ്ഡ് ഫോർ ലോങ്ങർ മെഷർമെൻറ്റ്. നമുക്കറിയാം 3 മീറ്റർ 5 മീറ്ററിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ടൈപ്പ് കിട്ടില്ലേ. ദി ടൈപ്പ് ഈസ് മെയ്ഡ് ഓഫ് സ്റ്റീൽ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റീൽ ആൻഡ് ഡ്യൂറബിൾ ആൻഡ് അക്യുറേറ്റ്. വെൻ നോട്ട് ഇൻ യൂസ് ദി ടേപ്പ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദി ബോക്സ്. എന്തിലേക്കും ബോക്സ് ഉണ്ടാക്കി വെക്കണം. ഡിവിഷൻ ആർ മെയ്ഡ് ഇൻ സെൻറ്റിമീറ്റർ ആൻഡ് അല്ലെങ്കിൽ ഓർ ഇൻ ഇഞ്ച്. ടേപ്പ് മെഷേഴ്സ് ഹാസ് എ സ്ലൈഡിംഗ് എൻഡ് പീസ് ഫോർ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് മെഷർമെൻറ്റ്. ഒരു ഈ എൻഡ് പീസ് എന്താണ്? സ്ലൈഡിങ്. ചെറുതായിട്ടൊരു ആട്ടുണ്ടാവും. എന്തിനാ? ഇൻസൈഡ് മെഷർമെൻറ്റ് കൊടുക്കുക, ഔട്ട്സൈഡ് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് കോമ്പിനേഷൻ സെറ്റ്. കോമ്പിനേഷൻ സെറ്റ് നമ്മൾ ഫിറ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് എക്സാമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഷീറ്റ് മെറ്റലിലും കോമ്പിനേഷൻ സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഷീറ്റ് മെറ്റലിൽ കാണുന്ന ആൾക്കാരും എന്ത് ചെയ്യുക? ഇതൊന്ന് നോക്കി വെക്കാം കേട്ടോ. കോമ്പിനേഷൻ സെറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വർക്ക്. കോമ്പിനേഷൻ അപ്പോൾ ഒന്നിൽ കൂടുതൽ ടൂൾ അതിലുണ്ടാവും. ലൈക്ക് ലേ ഔട്ട് വർക്കിന് ഉപയോഗിക്കാം, മെഷർമെൻറ്റിന് ഉപയോഗിക്കാം, ചെക്കിംഗ് ഓഫ് ആംഗിളിന് ഉപയോഗിക്കാം, സെൻറ്റർ കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിക്കാം. ഇതിന് മെയിനായിട്ട് 4 സാധനങ്ങളുണ്ടാവുക. അതിൽ ഒന്നാമത്തേന് പേര് പറയും പ്രൊട്ടാക്ടർ ഹെഡ് എന്ന് പറയും, രണ്ടാമത്തേന് സ്ക്വയർ ഹെഡ് എന്ന് പറയും, മൂന്നാമത്തേന് സെൻറ്റർ ഹെഡ് എന്ന് പറയും, നാലാമത്തേന് റൂൾ എന്ന് പറയും. ഇതാ ചിത്രം നോക്കി നോക്കൂ നിങ്ങൾ. ഏതാണ്? അവിടെ അതാ ഒന്നാമത്തെ എന്താണ്? പ്രൊട്ടാക്ടർ ഹെഡ്. കണ്ടോ? ഈ സാധനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടാക്ടർ കണ്ടോ? ആംഗിൾ കണ്ടോ? ആംഗിൾ 90 ഇതാ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ സ്ക്വയർ ഹെഡ്. ഈ സ്ക്വയർ ഹെഡിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ്? 90 ഡിഗ്രി മാത്രമല്ല 45 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാം? അളക്കാം. നോക്കണം. ഈ എല്ലാ സാധനങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്കെയിൽ ഈ നാലാമത്തെ റൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നീക്കാം. ഇനി അടുത്തത് സെൻറ്റർ ഹെഡ്. മൂന്നാമത്തെ സെൻറ്റർ ഹെഡ് കണ്ടോ നിങ്ങൾ? കണ്ടോ? ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു സർക്കിൾ എന്തെങ്കിലും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ സെൻറ്റർ നമുക്ക് കറക്റ്റായിട്ട് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെയാണോ? നാലാമത്തെ റൂൾ കണ്ടോ? നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കാം. പ്രൊട്ടക്ടർ ഹെഡ്. ദി പ്രൊട്ടക്ടർ ഹെഡ് ക്യാൻ ബി റൊട്ടേറ്റഡ് ആൻഡ് സെറ്റ് ടു എനി റിക്വയർഡ് പൊസിഷൻ. നമുക്ക് എന്ത് ചെയ്യാം? റൊട്ടേറ്റ് ചെയ്യുക. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും വെക്കാം. നമുക്ക് ഒരു ഉദാഹരണം നോക്കി വെക്കാം. ദി പ്രൊട്ടക്ടർ ഹെഡ് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ആൻഡ് മെഷറിംഗ് ആംഗിൾസ് വിത്തിൻ ആൻ അക്യുറസി ഓഫ് 1 ഡിഗ്രി. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. അക്യുറസി 1 ഡിഗ്രി. നമ്മൾ സാധാ പ്രൊട്ടക്ടർ അതിൻ്റെ അതേ സിസ്റ്റം. ഓക്കെയാണ്. 1 ഡിഗ്രി വരെ നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. മാർക്കിംഗ് മെഷറിങ് ചെയ്യാം കേട്ടോ. ദി സ്പിരിറ്റ് ലെവൽ അറ്റാച്ച്ഡ് ടു ദിസ് എന്ത് ചെയ്യും? ഇതും എന്ത് ചെയ്യും? സ്പിരിറ്റ് ലെവൽ ഉണ്ടാവും. യൂസ്ഫുൾ ഫോർ സെറ്റിംഗ് ജോബ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ എന്ത് ചെയ്യും? പ്രൊട്ടക്ടർ ഹെഡിന് ഒരു സ്പിരിറ്റ് ലെവലും കൂടി ഉണ്ടാവും. 2 സ്പിരിറ്റ് ലെവൽ ഉണ്ടാവും. നമുക്ക് നോക്കിയൊക്കെ പറ്റാതെ അവിടെ നോക്കി നോക്കാം. രണ്ടാമത് സ്ക്വയർ ഹെഡ്. ദി സ്ക്വയർ ഹെഡ് ഹാസ് 1 മെഷറിംഗ് ഫേസ് അറ്റ് 90 ഡിഗ്രി ആൻഡ് അടുത്താണ് ട്വിസ്റ്റ് അനദർ അറ്റ് 45 ഡിഗ്രി. ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും അറിയാം കേട്ടോ. ഇതൊക്കെ സംഭവം സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് യൂസ്ഡ് മാർക്ക് ആൻഡ് ചെക്ക്. ഈ 2 കാര്യം നോക്കാം. മാർക്ക് ചെയ്യാനും ചെക്ക് ചെയ്യാനും. 90 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി ആംഗിൾസ്. ഇറ്റ് ക്യാൻ ആൾസോ ബി യൂസ്ഡ് ടു സെറ്റ് വർക്ക് പീസ് ഓൺ ദി മെഷീൻ ആൻഡ് മെഷർ ഡെപ്ത് ഓഫ് സ്ലോട്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മെഷീൻസിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ സാധനം വെക്കാൻ വേണ്ടിയിട്ട് വർക്ക് പീസിന് വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ലോട്ടിൻ്റെ ഡെപ്ത് എങ്ങനെ കാണുമെന്ന് വെച്ചാൽ നോക്കി നോക്കൂ. ഇതാ ഈ ചിത്രം നോക്കി മാത്രം നോക്കിയാൽ ഫിഗർ 7 ABC. ഇതിലേ സ്ലോട്ട് ഇപ്പോൾ എവിടെ? ഇത് നോക്കി നോക്കൂ. ഇത് ജസ്റ്റ് ഒരു സ്ലോട്ടല്ലേ. ഇതിൻ്റെ ഡെപ്ത് നമുക്ക് എന്ത് ചെയ്യുക? ഇങ്ങനെ അളന്നൂടെ? സിമ്പിളല്ലേ? ഓക്കെ ആണോ? 90 ഡിഗ്രി 45 ഡിഗ്രി അളക്കണത് ഇതാ ഈ ചിത്രം കണ്ടോ? സി കണ്ടോ? 45 ഡിഗ്രി അളക്കണത്. ഇത് കണ്ടോ? സെൻറ്റർ അളക്കണത്. ഡി കണ്ടോ? സെൻറ്റർ അളക്കണത് കണ്ടോ? സെൻറ്റർ കണ്ടോ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കെയിൽ കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. സെൻറ്റർ സിമ്പിളായിട്ട് കിട്ടൂലേ? ഡെപ്ത് അളക്കണത് കണ്ടോ? 90 ഡിഗ്രി 45 ഡിഗ്രി. സിമ്പിളല്ലേ? For ensuring accurate result, the combination set should be cleaned well after use and should not be mixed with cutting tools either while using or storing. ഇനി അടുത്ത് കാലിപ്പേഴ്സ് നോക്കാം കേട്ടോ.